കേരളത്തിൽ അങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവര്, അല്ലെങ്കിൽ സീറ്റ് കിട്ടാത്തവര് റിവലായിട്ട് മത്സരിക്കുന്നു. ഇതൊക്കെ പലരും സീറ്റ് കിട്ടാഞ്ഞിട്ട് അല്ലെങ്കിൽ പരിഗണിക്കാതിരുന്നതിന്റെ പേരിൽ മത്സരിക്കുകയോ ജയിക്കുകയും നല്ല വോട്ട് വാങ്ങുകയോ ഒക്കെ ചെയ്തവരാ. പക്ഷെ നമ്മുടെ അൻവറിന്റെ കാര്യമോ? അൻവർ LDF ആയിരുന്നു, CPM സ്ഥാനാർത്ഥിയായിട്ട് CPM-ന്റെ സ്വതന്ത്രനായിട്ട് 2 തവണ നിലമ്പൂരിൽ ജയിച്ചതാ. പിന്നീട് പിണറായിയോട് എന്തോ കാരണങ്ങളാൽ പണങ്ങി പിണറായിയും കുടുംബത്തെ മുഴുവൻ പുലഭ്യം പറഞ്ഞുകൊണ്ട് പുറത്തു വന്നു. അദ്ദേഹം ചില രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉയർത്തി അദ്ദേഹം UDF-ന്റെ കൂടി ചേരുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ആ സ്ഥാനാർത്ഥിയെ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല. അൻവർ സാറിന് ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ ഇച്ചിച്ചിയ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് പുലഭ്യം, അധിക്ഷേപം. അങ്ങനെ വന്നപ്പോ എന്തായി? അദ്ദേഹത്തെ UDF-ൽ പ്രവേശിപ്പിക്കേണ്ട തീരുമാനിച്ചു. അതിന്റെ പിന്നില് VD സതീശനാണെന്നാണ് അൻവർ വിചാരിച്ചത്. VD സതീശനായിരുന്നു, അദ്ദേഹം അങ്ങനെ ഒരു ഉറച്ച നിലപാടെടുത്തതാണ്. ഇത്തരത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളിനെ എങ്ങനെയാണ് UDF-ൽ എടുക്കുക? അദ്ദേഹം ചെയർമാൻ എന്നുള്ള നിലയിൽ അതിനെതിരായിട്ടൊരു നിലപാടെടുത്തു. UDF ഒന്നടങ്കം, കോൺഗ്രസ് ഒന്നടങ്കം അത് അംഗീകരിച്ചു. അദ്ദേഹം പുറത്തായി. പിന്നീട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം സതീശനായി. സതീശനെ അധിക്ഷേപിക്കാൻ തുടങ്ങി.